ഈശോയ്ക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പുണ്യഭൂമിയിൽ, ഈ അൾത്താരയിൽ, അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതിനെ ഓർത്ത് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് ലറ്റീഷ്യ ജെയിംസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം കണ്ണാന്ത്ര ഇടവക സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2016 എനിക്കൊരു ഷോപ്പുണ്ട്. ആ ടെക്സ്റ്റൈൽസിലിരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു വ്യക്തി എനിക്കൊരു പത്രം തരികയുണ്ടായി. ഞാൻ ആ ഹൗസ് ഓണറിനെയും ഒരു അമ്മയെയും കൂട്ടി ഇവിടെ വന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ബസ്സിൽ അലഞ്ഞു തിരിഞ്ഞാണ് ഞാൻ ഈ പുണ്യഭൂമിയിലെത്തിയത്. അന്ന് എത്തിയപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇന്ന് കാണുന്ന ഈ ഉടമ്പടി ക്ലാസ് അല്ല. അന്ന് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സിസ്റ്റേഴ്സ് മറ്റുള്ള പ്രേക്ഷിതരും ഒക്കെ തരുന്ന ക്ലാസ് കേട്ട് ആ ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ക്ലാസ് ഒന്നും മനസ്സിലായില്ല. അച്ഛൻ പറയുന്ന ഒരു വാക്കുകളും കേട്ടിട്ട് മനസ്സിലായില്ല. ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ഇടിമുഴക്കം പോലെ കേട്ടിട്ട് ഇവിടെ വന്ന് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ വിദേശത്ത് എൻ്റെ മക്കളുടെ അടുത്തായിരുന്നു. പ്രശ്നങ്ങൾ കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മക്കളുടെ അടുത്ത് കടന്നു പോയത്. അതും കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് ലിനി ഉദയൻ, അവളെന്നെ കയ്യോടെ പിടിച്ച് നീ വന്നേ പറ്റൂ, ഇനി നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ വീണ്ടും എന്നെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ച് ശരി ഞാൻ വരാം, പ്രാർത്ഥിച്ചിട്ട് ഞാനും എൻ്റെ ഒരു 5 വയസ്സായ കുഞ്ഞാടും കൊച്ചുവാവയുമായി വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ആ ബുക്കൊന്നുമില്ലാതെ ആ യൂട്യൂബിലൂടെ കേട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഉൾപ്രേരണ എന്നെ ഒരുപാട് വലച്ചു. പരിശുദ്ധ അമ്മ എന്നെ വിളിക്കുന്നു, കൃപാസനത്തിൽ വരിക, ഉടമ്പടി എടുക്കുക, വരിക, ഉടമ്പടി എടുക്കുക. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വരണം, എനിക്ക് നീ പെട്ടെന്ന് മറ്റുള്ളവരെ കൂടെ കണ്ടെത്തി എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് പറ്റില്ല. ഓരോ ദിവസവും അവളെ വിളിച്ച് ശല്യം ചെയ്തു. അവൾ ആൾക്കാരെ കവർ ചെയ്തു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ 20/4/2023 വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പാലിച്ചു, കൃത്യമായി ഞാൻ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും കണ്ണീരോടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭവനം, എനിക്കൊരു ഭവനമുണ്ട്. 16 വർഷം കൊണ്ട് ആ ഭവനമൊന്ന് പണിയുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. മഴ വന്നാൽ ചരുവമൊക്കെ വെച്ച് ഓടിട്ട വീടിന്ന് വെള്ളം പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ. ഒരു രാത്രിയും മഴ വരുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. ഏത് വഴിയാണ് വെള്ളം വീഴുന്നതെന്ന് പുതുക്കിപ്പണി ഓട് റീസെറ്റ് ചെയ്താലും ചോർച്ചല. ആ ഒരു അവസ്ഥയിൽ ഉടമ്പടിയെടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുതുക്കിപ്പണിയുവാനുള്ള വഴികൾ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ മകനിലൂടെ ദൈവം തുറന്നു തന്നു. അമ്മയുടെ പ്ലാൻ അനുസരിച്ച് അമ്മയുടെ കാശ് രൂപമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ഭവനം പരിശുദ്ധ അമ്മ എനിക്ക് നൽകി. ഓഗസ്റ്റ് 2024 ഞാൻ അവിടെ ആ ഭവനത്തിൽ കയറി താമസിക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൃപാസനം പ്രസാദവര മാതാവിനും. രണ്ടാമത്തെ സാക്ഷ്യം, 2009 പൂർവീകരുടെ സ്വത്ത് മമ്മി എനിക്ക് എഴുതി പ്രമാണം ചെയ്തു തന്നു. മുൻ പ്രമാണമില്ലാത്തതിനാൽ കരമെന്ന സാധനം അടച്ച് റെക്കോർഡിക്കലായിട്ട് അത് രേഖയൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ പരിശ്രമിച്ചു. 15 വർഷക്കാലം ഇതിൻ്റെ പിന്നാലെ നടന്നു, ഒന്നും തന്നെ നടന്നില്ല. രണ്ടാമത്തെ പുതുക്കലിന് ശേഷം റീസർവേ വന്നു. ആ റീസർവേയിൽ എനിക്ക് പരിശുദ്ധ അമ്മ, ഞാൻ അതിനു മുന്നോടിയായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, എൻ്റെ കയ്യിൽ ഈ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ, വേറെ പ്രമാണം ഒന്നും തന്നെയില്ല എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഉടമ്പടി പ്രാർത്ഥന വേളകളിലെല്ലാം ഞാൻ ഈ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ റീസർവേ നടന്നപ്പോൾ ആ റീസർവേയിൽ എൻ്റെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ 2024 തന്നെ എനിക്ക് ആ കരമടച്ച് ഇന്ന് രണ്ടാമത്തെ പ്രമാണത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയതിനോടൊപ്പം 2025 എൻ്റെ മകന് ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.
3 പ്രമാണത്തിൻ്റെ അവകാശിയായി ഇന്ന് പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം പ്രസാദപര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. 3-മതായി എനിക്ക് വയറുവേദന, നടുവേദന ഒക്കെ വരുമായിരുന്നു. ഞാൻ ആ നടുവേദന വന്നാൽ വളഞ്ഞാണ് നടക്കുക, കുനിഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കത്തുള്ളായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ തരും, കുറച്ച് മെഡിസിൻ തരും, ഗ്യാസ് ആണെന്ന് പറയും, തിരിച്ചയക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വേറൊരു ഡോക്ടറിനെ കാണുവാൻ ദൈവം എന്നെ നിയോഗിച്ചു, പരിശുദ്ധ അമ്മ എന്നെ നിയോഗിച്ചു. ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഇത് സ്റ്റോൺ ആണ്, 5 mm വലുപ്പത്തിൽ നിൻ്റെ ഇവിടെ ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട്, കുറച്ച് നാൾ മെഡിസിൻ കഴിച്ചതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയെന്നതുപോലെ എനിക്കും ഭയങ്കര ഭയമായി. അതിനെ ഓർത്ത് ഒരുപാട് വേദനിച്ചു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് സർജറി ഇല്ലാതെ എനിക്കിത് സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെഡിസിനൊക്കെ മാറ്റിവെച്ച് 4-മത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ വന്നപ്പോൾ മെനോറ നിലവിളക്ക്, ആ നിലവിളക്കിൽ നിന്ന് ഇവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ആ തൈലമെടുത്ത് ടോപ്പ് പൊക്കി ഉദരത്തിലും സൈഡിലും ഒക്കെ ഇട്ട്, തിരക്കുണ്ട്, നല്ല തിരക്കാണ്, ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഇട്ടിട്ട് ഉടമ്പടി പുതുക്കുവാനായിട്ട് പോകുന്നതിന് മുന്നോടിയായി തന്നെ ആ സെക്കൻഡിൽ അതിഭയങ്കരമായ വയറുവേദന, നടുവേദന. അപ്പോൾ ഞാൻ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിച്ചു, അമ്മ കീഹോൾ സർജറി ചെയ്യുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ നടത്തിക്കോളൂ, അമ്മ മാതാവേ, എനിക്ക് ആ ഉടമ്പടി പുതുക്കുവാൻ പോകുമ്പോൾ ആ ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കണം, അത് കഴിഞ്ഞ് മാത്രമേ എനിക്ക് കീഹോൾ സർജറിക്ക് വാഷ്റൂമിൽ പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് നടക്കുന്നതിനിടയ്ക്കും എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും അവിടെ ഇരിക്കുവാൻ സാധിച്ചില്ല. പകുതിയാകുന്നതിന് മുൻപ് വാഷ്റൂമിൽ പോയി എനിക്കിത് കാണണം, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നിലത്താണിരുന്നത്. ആ നിലത്തിരുന്നപ്പോൾ നല്ല ശബ്ദത്തോടും കൂടെ ഒരു കല്ല് തെറിച്ചു പോയി, എടുക്കാൻ പറ്റിയില്ല. അമ്മ എനിക്ക് കീഹോൾ സർജറി ചെയ്ത് എനിക്ക് സൗഖ്യം നൽകി. അതിനുശേഷം ഇന്ന് വരെ ഒരു വേദന വരികയോ ഞാനൊരു ഡോക്ടറിനെ കാണുകയോ ചെയ്തിട്ടില്ല. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് സർജറി ഇല്ലാതെ പരിശുദ്ധ അമ്മ കീഹോൾ സർജറി ചെയ്ത് എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാതെ അമ്മ കീഹോൾ സർജറി ചെയ്ത് എനിക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര പാടിപ്പുകഴ്ത്തിയാലും മതിയാവില്ലല്ലോ. ഈശോയ്ക്ക് ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഞാനൊരു 2 വീലറുണ്ട്, എനിക്ക് 4 വീലർ ഓടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം. ഞാൻ ഒത്തിരി വർഷം കൊണ്ട് അത് പഠിക്കുകയാണ്. ടെസ്റ്റിന് പോകും, പരാജയപ്പെടും, തോറ്റ് തുന്നമ്പാടി 5 തവണയും തിരിച്ച് വീട്ടിലെത്തി. 6-മത്തെ തവണ പോയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് അമ്മ തരണം. ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊണ്ടാ പോയേ. ഉടമ്പടി തൈലമൊക്കെ നെറ്റിയിൽ പൂശി അന്ന് ദിവ്യബലിയിൽ പോയി പങ്കെടുത്തു, വേറൊരു ഇടവകയിൽ പോയി പങ്കെടുത്തു. അവിടെ വെച്ച് ഞാൻ വേറൊരു ഇടവകയിൽ പൊതുവായി പോയിരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചതിന് ശേഷമാണ് ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ പോയത്. ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇത് ലൈസൻസ് തന്നാൽ ഞാൻ ഈ വേദിയിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അമ്മ എനിക്ക് വിജയകരമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടി. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപാസനം മാതാവിന് ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, എനിക്കൊരു പ്രെയർ ഗ്രൂപ്പുണ്ട്, മാതാ പ്രെയർ ഗ്രൂപ്പ്. അതിലൂടെ ഞാൻ മെസ്സേജുകൾ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. അപ്പോൾ ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ദേശത്തുള്ള എല്ലാ അനാഥാലയങ്ങളിലും, ഏകദേശം അനാഥാലയങ്ങളിലും എന്നെ അറിയാം. ഞാൻ അവിടെ പോകാറുണ്ട്. അവിടെ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കും. അവർക്കുള്ള ഫുഡുകൾ കൊണ്ട് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കും. എല്ലാവരോടും ദിവ്യബലിക്ക് ഞാൻ പോകുമ്പോൾ കാണുന്നവരോടൊക്കെ ചോദിക്കും, 2 പൊതി ചോറ് തരാവോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളാം. ചേച്ചി വരുമോ? ഞാൻ വരാം, ഞാൻ വന്ന് കളക്ട് ചെയ്യാം. ഞാൻ സമയം പറയും, അവരുടെ വീടുകളിൽ പോയി കളക്ട് ചെയ്ത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കിറങ്ങിയ പോരാട്ടത്തിന് എൻ്റെ ആ കൂട്ടുകാരി, ആദ്യം ഞാൻ എന്നെ കൊണ്ടുവന്ന കൂട്ടുകാരിയായിരുന്നു, അവൾ മുഖേനയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇന്ന് ഞങ്ങൾ രണ്ട് സെപ്പറേറ്റായി. ഒരുപാടധികം ഫുഡായതുകൊണ്ട് ഒരു 2-3 ആലയങ്ങൾ കൂടെ നമ്മൾ അതിന് വേണ്ടി കണ്ടെത്തി. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് 2 അനുജത്തിമാരെ കൂടെ കിട്ടി. അപ്പോൾ 3 2 വീലറുകളായിട്ട് 150 പേരുടെ ഫുഡ് അനാഥാലയങ്ങളിൽ ഓട്ടിസം ബാധിച്ച മക്കൾക്ക്, മക്കൾ ഉപേക്ഷിച്ച് അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. ഇന്നലെ 150 പേരുടെ ഫുഡ് ഞങ്ങൾ 5 പേര് കൂടെ ചേർന്ന് 3 2 വീലറിലെ പോയി RCCയിൽ വിതരണം ചെയ്തിട്ടാണ് വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, ആ അപ്പച്ചന്മാർക്ക് വേണ്ടി തിങ്കളാഴ്ച
മാനസിക വിഭ്രാന്തിയുള്ള മക്കൾ, ആ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. പുതിയ വസ്ത്രങ്ങൾ ആ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഞ്ഞേ വെള്ളിയാഴ്ച അവർക്കിടാനായിട്ട് ഒരു പുതിയ ഷർട്ട് മേടിച്ച് തരാവോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിച്ചു, നിങ്ങൾ റോബിൻസ് അച്ഛൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുമെന്ന്. 1 മണിക്കൂർ കൊണ്ട് 17,300 രൂപ എൻ്റെ അക്കൗണ്ടിൽ ലഭിച്ചു. ഞാൻ അവർക്ക് 24 ഷർട്ട്, 4 ടീഷർട്ട്, 12 മുണ്ട്, 2 ചെരുപ്പ് ഒക്കെയും വാങ്ങിച്ചു കൊടുത്തു. അവർ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വലിയൊരു കൃപ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നാളെ വാർദ്ധക്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ലഭിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് കണ്ട നമ്മൾ ചെയ്യുന്നത് ഇന്ന് അവർക്ക് ചെയ്താൽ ദൈവം പറയും പോലെ ഈശോയ്ക്ക് ചെയ്യുന്നതാണ് ഞാനെന്ന്. പിന്നെ മറ്റൊന്ന്, ഞാൻ ദിവ്യബലിക്ക് പോകുമ്പോൾ മുട്ടിലിരുന്നാണ് ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കാറ്. ഞാൻ മുട്ടിലിരുന്ന് ആ ദിവ്യബലി തീരുന്നതുവരെയും ആരും എന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടെ മുട്ടിലിരുന്ന് ഞാൻ കരഞ്ഞാണ് എൻ്റെ ഈശോയുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുക. ഓരോ ദിവസവും ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ എന്നെ പാപം ചെയ്ത് ഈശോയുടെ മുൻപിൽ തല കുനിക്കുവാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. കുമ്പസാരക്കൂട്ടിൽ എന്നെ കൊണ്ടെത്തിക്കരുതേ എന്ന്. കാരണം ആ ഈശോയുടെ മുഖം നോക്കുമ്പോൾ ഞാൻ ഒരുപാട് വേദനിക്കാറുണ്ട്. ഈശോയുടെ സഹനമൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ദിവ്യബലിയിൽ പോകുമ്പോൾ ഈശോയെ അടിക്കുന്നത് അതൊക്കെ എനിക്ക് ദൈവം കാണുന്നത് പോലെ എൻ്റെ മനസ്സിലൂടെ ഓടി വരാറുണ്ട്. കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ മുട്ടിലിരുന്നാണ് ഈ 14 സ്ഥലവും 1 മണിക്കൂർ. ഞാൻ ഈ ചൂടിലും ഞങ്ങളുടെ അവിടെ പുറത്താണ് കുരിശിൻ്റെ വഴി നടക്കുക. ഈ വെയിലിൽ കുരിശിൻ്റെ വഴിയൊക്കെ മുട്ടിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തിലൂടെ കടന്നു പോകുന്നു. ദൈവം തന്ന, പരിശുദ്ധ അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൃപാസനം പ്രത്യക്ഷീകരണ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും വലിയ സാക്ഷ്യങ്ങളുമായി, ഇതെൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്, വലിയ സാക്ഷ്യവുമായി കടന്നു വരുവാൻ പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിക്കട്ടെ. കൃപാസനത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ജോസഫ് അച്ഛന് വേണ്ടി എല്ലാ ദിവസവും ദിവ്യബലിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഈശോയുടെ തിരുവോസ്തിയും ഈശോയുടെ തിരുരക്തം ഒഴുക്കുന്ന സമയം ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ഈശോയുടെ ഈ തിരുരക്തം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓട്ടിസം ബാധിച്ച മക്കളുടെ മേൽ ഒഴുക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് ഞാൻ ആ രാവിലെയുള്ള 5:30 ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഡെയിലി ബെഡ്, അത് കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ആദ്യത്തെ പ്രെയർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് കേട്ട് അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കും, സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. ഞാൻ യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും പ്രത്യേകിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലും സാക്ഷ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രാർത്ഥനകളൊക്കെ വചനം വായന ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. 17ാമത്തെ റൗണ്ട് ബൈബിൾ വായന എൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. സങ്കീർത്തനം 27:5 വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയം. മരിയൻ ഉടമ്പടിയിലൂടെ നാം നമ്മുടെ ജീവിതമാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഉടമ്പടി മക്കളെ ഓരോരുത്തരെയും പാറമേൽ ഉയർത്തി നിർത്തുന്നത്. നമ്മുടെ ദൈവം ഈശോ നമ്മുടെ കരങ്ങൾ പിടിച്ചാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കഷ്ടതയിലും വേദനകളിലും ദുഃഖങ്ങളിലും ക്ലേശകാലത്ത് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലാണ് നാം ഓരോരുത്തരും അഭയം പ്രാപിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഈശോയുടെ അമ്മയുടെയും സ്നേഹവും കാരുണ്യവും കരുതലുമെല്ലാമാണ് നാം അടുത്തറിയുന്നത്. രോഗസൗഖ്യവും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരമ്മയാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ മകൾ ജീവിച്ച ആ പ്രേക്ഷിത പ്രവർത്തനമായിരിക്കാം. അച്ഛൻ പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മളോട് പറയും, വിശേഷവിധിയായിട്ട് നാം എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്നാണ്. ഈ മകളൊരു ഗ്രൂപ്പ്, പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ പ്രാർത്ഥന ഗ്രൂപ്പുകളിലാണ് വീടുകൾ തോറും സ്വന്തമായിട്ട് ചോറുംപൊതി തയ്യാറാക്കുകയും മറ്റുള്ളവരോടും ചോറുംപൊതി തയ്യാറാക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുകയും പിന്നെ ഓരോ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലൊക്കെ ചെന്ന് സഹായിക്കാനും അവർക്ക് വേണ്ടതുള്ളതെല്ലാം ചെയ്യാനായിട്ടുള്ള ആ കൃപ, ആ അനുഗ്രഹം ദൈവം കൊടുത്തതും
ഒരുപക്ഷെ അത് ഒരു വിശേഷ വിധിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം സമയം കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ മകൾക്ക്. ഇത്രയുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ? അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയുടെ കരം പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ ആ തീഷ്ണതയാണ് ഈശോയും അമ്മയും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ പാത വിശാലമാക്കി തരുന്ന, നമ്മുടെ കാലുകൾ വഴുതി വീഴാൻ സാധിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ക്ലേശകാലത്ത് ഈ കൂടാരത്തിൽ വന്ന് കരയുമ്പോൾ നമ്മുടെ വേദന കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ഉയർന്ന പാറമേൽ ഉയർത്തി നിർത്തുന്നത്. പരിശുദ്ധ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കാം. സങ്കീർത്തനം 3-4-5 വചനം പറയുന്നത് പോലെ, ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമുക്കും ആ കരങ്ങളിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലത്തിഷ ജെയിംസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.